ഹായ്, നമ്മുടെ ഇൻസ്റ്റഗ്രാം വീഡിയോയുടെ താഴെ ഒരു കമൻറ്റ് വന്നിട്ടുണ്ട്. ഞാനത് വായിച്ചു കേൾപ്പിക്കാവേ. രേഷ്മയെയും അനുരാജിനെയും എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. രേഷ്മയുടെ ബിഗ് ഫാനാണ് ഞാൻ. മോളുടെ ആളുകളുടെ ഫോട്ടോ വെച്ചിട്ടുള്ള വീഡിയോ, അതുപോലെ ഷോപ്പുകളുടെ നെയിം ബോർഡുകൾ വീഡിയോ, പിന്നെ മോളുടെ പാട്ടുകൾ ഇട്ടിട്ട് മോൾ ചെയ്യുന്ന പെർഫോമൻസ് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. പിന്നെ ഹെയർ ഓയിലിൻ്റെ ബിസിനസ് എങ്ങനെ പോകുന്നത് എന്നോട് ചോദിക്കുകയാണ് കേട്ടോ. ഞാൻ മോളുടെ വീഡിയോസ് ഇഷ്ടപ്പെടാൻ കാരണം ഞാനൊരു അപകടം പറ്റി 7 വർഷമായി കിടപ്പിലാണ്. പിന്നെ എനിക്ക് 2 ആൺമക്കൾ ഉണ്ടായിരുന്നു, 2 പേരും മരണപ്പെട്ടു. ഇപ്പോൾ ഞാനും ഭാര്യയുമാണുള്ളത്. ഈ ഒരു വല്ലാതെ മനസ്സ് വേദനിച്ചിരിക്കിടക്കുന്ന എനിക്ക് മോള് സിനിമയിലെ പാട്ടിട്ടുള്ള പെർഫോമൻസ്, ആ വീഡിയോസ് കാണുമ്പോൾ എൻ്റെ മനസ്സിന് നല്ലൊരു ആശ്വാസം കിട്ടാറുണ്ട്. അതുകൊണ്ടാണ് മോളുടെ ഫാനായി മാറിയത്. എനിക്കും അനുരാജിനെയും രേഷ്മയെയും നേരിട്ട് കാണാൻ ആഗ്രഹമുണ്ട്. എനിക്ക് അതിന് സാധിക്കില്ലല്ലോ. ദൈവം അതിനൊരു അവസരം ഉണ്ടാക്കി തരട്ടെ. പറ്റുമെങ്കിൽ നിങ്ങൾ 2 പേരും കൂടി എനിക്കൊന്ന് വീഡിയോ കോൾ ചെയ്യാമോ? പറ്റുമെങ്കിൽ മാത്രം കോൾ ചെയ്യുമെന്ന് പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ നമ്പർ തരാം. നിങ്ങളുടെ ബിസിനസ് നല്ലതുപോലെ നടക്കട്ടെ. അനുരാജിനും രേഷ്മയ്ക്കും നിങ്ങളുടെ മക്കൾക്ക് നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു കമൻറ്റ് ഇട്ടിട്ടുള്ളത്. ചേട്ടൻ്റെ പേര് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അനിൽ PK എന്ന് പറയുന്നതാണ് കേട്ടോ. ആള് അപകടം പറ്റി കിടപ്പിലാണെന്നാണ് പറയുന്നത്. സോ ആളുടെ ഒരു ആഗ്രഹമല്ലേ, നമുക്കത് സാധിച്ചു കൊടുക്കാം അല്ലേ? നമുക്കൊന്ന് വീഡിയോ കോൾ ചെയ്താലോ? ആളെ വിളിച്ചോക്കാം. കേട്ടാ. ഹലോ, ആരാന്ന് മനസ്സിലായോ? കാണണമെന്ന് ആഗ്രഹം പറഞ്ഞല്ലോ, അതുകൊണ്ടാ വിളിച്ചത്. ആണോ? ശരി. ആഹാ. മെസ്സഞ്ചറിലുള്ള അതെ, ഒരു കൊറേ മെസ്സേജുകൾ ഇങ്ങനെ വരില്ലേ, അത് കാരണാണ്. അതിലെടുത്ത് നോക്കിയാറിയാല്ലേ? അത് ശരി. ആഹാ. വീട് തൃശ്ശൂര് ആണല്ലേ? പാലക്കല്. തൃശ്ശൂര് പാലക്കൽ. ചേട്ടന്റെ വീട് എവിടെയാ? അത് ശരി. ഓല്ലേ? ആഹാ. എന്തായാലും കണ്ടതിൽ നല്ല സന്തോഷം. എന്ത് പറ്റിയതാണ്? എന്താണ് പറ്റിയത് ചേട്ടാ? അപകടം എന്നിട്ട് പറ്റിയത്? ആക്സിഡന്റ്. എന്റെ അച്ഛന് കിടപ്പാ. എന്റെ അച്ഛൻ ഇതേപോലെ ആക്സിഡന്റ് പറ്റി കിടപ്പാണ്. അയ്യോ. എന്റെ അച്ഛനും ഇത് തന്നെയാ. എന്റെ അച്ഛൻ വണ്ടിന്ന് വീണിട്ട് തലയ്ക്ക് വേറെ എവിടെ ഒരു കുഴപ്പമില്ല, കഴുത്തിന്റെ ഞരമ്പ് ജാമായി. അതന്നെ എന്റെ അച്ഛനും സെയിം. എന്റെ അച്ഛനും അതന്നെയാ. സുഷുമ്ന നാടിക്ക് ചതവ് പറ്റി. എന്റെ അച്ഛനും കൈ മാത്രം അനങ്ങുള്ളൂ. കിടപ്പ. ഇവിടുന്ന് അങ്ങോട്ട് ഒന്നും അനങ്ങില്ല. എന്റെ അച്ഛന്റെ പോലെ തന്നെ. ശരി. നല്ല കാര്യം. ശരി. അങ്ങനെ. അപ്പൊ ഇത് എവിടെയെങ്കിലും ഡോക്ടറെ കാണിച്ചത് ശരിയാക്കാൻ പറ്റും എങ്ങനെയെങ്കിലും അങ്ങനെ നോക്കിയായിരുന്നോ? ആയുർവേദോ? എത്ര കൊല്ലായി ഇപ്പോ? 7 വർഷമായി. എന്റെ അച്ഛൻ 3-4 വർഷം ആവണു. നോക്കുന്നേ ചേച്ചി.
എന്റെ അച്ഛൻ ഇതേപോലെ ആക്സിഡന്റ് ആയിട്ട് എന്റെ അച്ഛൻ കിടപ്പാ. ഇതേപോലെ കഴുത്തിന്റെ ഞരമ്പ് ജാമായിട്ട് ഇവിടെ കഴുത്തിന്ന് താഴേക്ക് ഒന്നും അനങ്ങില്ല. അതേപോലെ അതെ 7 വർഷമായി. ഇവിടെ 3-4 വർഷം ആവാൻ പോണ്. അമ്മയെ നോക്കണല്ലേ? അങ്ങനെ പറഞ്ഞു വീഡിയോ ഒക്കെ കാണാറുണ്ട് എന്നൊക്കെ പറഞ്ഞു. എന്നോട് ആഗ്രഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്ന് കാണണം എന്നൊക്കെ. വീഡിയോ കോളെങ്കിലും വിളിച്ച് കാണണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ രണ്ടാളെ. ഇത് എന്റെ ഹസ്ബൻഡ് ആണ് കേട്ടോ. ഞങ്ങള് തൃശ്ശൂർ തന്നെയാ. അതെ അതെ നല്ല കാര്യ. എന്റെ അച്ഛൻ അവിടെ TV വെച്ച് കൊടുത്തേക്ക. TV ഫുൾ ടൈം റൂമില് TV വെച്ച് അങ്ങനെ ഇരിക്കുക. എന്തെങ്കിലും വേണ്ടേ അവർക്ക് കാണാനൊക്കെ? യൂട്യൂബില് എല്ലാ ദിവസവും യൂട്യൂബില് ലൈവ് ഉണ്ട് ഒരു 4 മണിക്ക് ശേഷം. അതില് വായോ വന്നോളാട്ടോ. പേര് രേഷ്മ അനുരാജ് എന്നാണ് പേര്. യൂട്യൂബില് വന്നോളാട്ടോ ചേട്ടാ. ചേട്ടാ കാണാം. ഓക്കെ, എന്തായാലും കണ്ടതില് വളരെ സന്തോഷം. ഞങ്ങളെന്തായാലും വരാം. ഞങ്ങള് വരാട്ടോ, ഒരു ദിവസം കാണാനായിട്ട് വരാം. ഓക്കെ ശരി എന്നാ. ശരി ശരി ടാറ്റാ ബൈ. എനിക്കും സന്തോഷം. ഓക്കെ ശരി. കുഴപ്പമില്ല, നന്നായി പോകണ്ടെന്ന്. ഞങ്ങള് വിളിക്കാം. ഉണ്ട് ബോർഡിന്റെ വർക്ക് ഉണ്ട് കേട്ടാ. ഓക്കെ ശരി. അപ്പൊ നമ്മള് ചേട്ടനെ വിളിച്ചോട്ടാ. പാവണ്ടല്ലേ, ആള് ആക്സിഡന്റ് ആയിട്ട് കിടപ്പാണ്. അപ്പൊ ആൾക്ക് ആകെപ്പാടുള്ള ഒരു എന്റർടൈൻമെന്റ് ഇതാണ് കേട്ടോ. ഫോൺ അവിടെ സെറ്റ് ചെയ്തിട്ട് ആളെ വീഡിയോസ് കാണാന്നാണ് പറഞ്ഞത്. അപ്പോൾ മക്കള് ഇല്ലാത്ത കാരണം മക്കളുടെ ഒരു സ്ഥലത്താണ് നമ്മളെ കാണുന്നതെന്നാണ് കേട്ടോ ആള് പറയുന്നത്. അപ്പോൾ അത്രയും സന്തോഷം അതൊക്കെ കേൾക്കുമ്പോൾ അല്ലേ. ഇത്രയും നമ്മളെ സ്നേഹിക്കുന്ന എന്തോരോ ആൾക്കാരാണ് ഉള്ളത് അല്ലേ. അപ്പോൾ എനിക്കിതൊക്കെ കണ്ടപ്പോൾ മനസ്സ് നിറഞ്ഞു ശരിക്കും. ഇനി ആളെ നേരിട്ടത് കാണണം നമുക്ക് പോയിട്ട്. അപ്പോൾ അനിലേട്ടനെ കണ്ടത് ഞങ്ങൾക്ക് രണ്ടാൾക്കും, എനിക്കും അനുരാജിനും ഭയങ്കര സന്തോഷം കേട്ടോ. അതിന് ഭയങ്കര ഹാപ്പിയാണ്, മനസ്സ് നിറഞ്ഞു. എൻ്റെ അച്ഛനെ പോലെ, എൻ്റെ അച്ഛൻ്റെ അതേപോലെയാണ് എനിക്ക് തോന്നിയത് കേട്ടോ. അനിലേട്ടനെയും അതുപോലെ തന്നെ അമ്മേനെയും കണ്ടപ്പോൾ അമ്മ തന്നെ എനിക്ക് വിളിക്കാൻ തോന്നിയത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവരും സന്തോഷമായിട്ട് സുഖമായിട്ട് ഇരിക്കട്ടെ. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം. ചാച്ച.